അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഇബാദത്താണ്. ഒരാൾ ഒരു മതം അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയല് പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോടു കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം നിസ്കാരത്തിനായി പള്ളിയിലേക്ക് വരുമ്പോൾ പല്ലുകൾ വെളിയിൽ കാണത്തക്കവണ്ണം കുറച്ചാളുകൾ പൊട്ടിച്ചിരിക്കുന്നതായി കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ മരണത്തെക്കുറിച്ച് അധികമായി ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഞാനീ കാണുന്ന അവസ്ഥ നിങ്ങളിൽ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മരണത്തെക്കുറിച്ച് അധികമായി ചിന്തിക്കണേ. ഞാൻ അപരിചിതമായ വീടാണ്, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കാനുള്ള വീടാണ്, ഞാൻ മണ്ണിൻ്റെ വീടാണ്, ഞാൻ പുഴുക്കളുടെ താവളമാണ് എന്ന് ഖബർ വിളിച്ചു പറയാത്ത ഒരു ദിവസവും ഉണ്ടായിരിക്കുന്നതല്ല. ഒരു മുഅ്മിനിനെ ഖബറിൽ വെക്കപ്പെട്ടാൽ ആ ഖബർ അവനോട് നിന്റെ വരവ് ഏറ്റവും അനുഗ്രഹീതമായ വരവാണ്, നീ എൻ്റെ അടുക്കൽ വന്നത് ഏറ്റവും നന്മയാണ്, ഭൂമുഖത്ത് കൂടി നടന്നവരിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ നീയായിരുന്നു, ഇന്ന് നീ എൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണല്ലോ, ഏറ്റവും നല്ല പെരുമാറ്റം നിനക്കിന്ന് കാണാൻ കഴിയുമെന്ന് പറയുന്നതാണ്. അതിനുശേഷം നോട്ടമെത്താത്ത സ്ഥലം വരെ ആ ഖബർ വിശാലമാകുന്നതും സ്വർഗത്തിൽ നിന്നുള്ള ഒരു വാതിൽ അതിലേക്ക് തുറക്കപ്പെടുന്നതും സ്വർഗത്തിൽ നിന്നുമുള്ള സുഗന്ധം ആ ഖബറിൽ വീശിക്കൊണ്ടിരിക്കുന്നതുമാണ്. ദുർവൃത്തനായ ഒരു മനുഷ്യന് ഖബറിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഖബർ അവനോട് നിന്റെ വരവ് വളരെ അശുഭമാണ്, നിന്റെ വരവ് എനിക്ക് ഏറ്റവും വെറുപ്പുള്ളതാണ്, ഭൂമുഖത്ത് നടന്നവരിൽ വെച്ച് എനിക്ക് ഏറ്റവും വലിയ വെറുപ്പ് നിന്നോടായിരുന്നു, നീ ഇന്ന് എന്നിൽ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞ ശേഷം അവൻ്റെ വാരിയല്ലുകൾ ഒന്നോടൊന്ന് കോർക്കത്തക്ക വിധത്തിൽ ആ ഖബർ അവനെ ഞെരുക്കുന്നതാണ്. കൂടാതെ 70 പാമ്പുകളെ ആ ഖബറിൽ കൽപ്പിച്ചാക്കുന്നതുമാണ്. അതിലൊരു പാമ്പ് ഈ ഭൂമുഖത്ത് ഒന്ന് ഊതുകയാണെങ്കിൽ അതിൻ്റെ വിഷബാധയുടെ കാഠിന്യത്താൽ ഒരൊറ്റ ചെടി പോലും ഈ ഭൂമിയിൽ കാണാൻ കഴിയുകയില്ല. അവ ഖിയാമത്ത് നാൾ വരെയും അവനെ കൊത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഖബറു ഇമ്മാ റൗദത്തും മിൻ റിയാദിൽ ജന്ന ഔ ഹുഫറത്തും മിൻ ഹുഫറിൻ നാർ. ഖബർ ഒന്നുകിൽ സ്വർഗത്തോട്ടങ്ങളിൽ വെച്ചുള്ള ഒരു തോട്ടമാണ്, അല്ലെങ്കിൽ നരകക്കുണ്ടുകളിൽ വെച്ചുള്ള ഒരു കുണ്ടുമാണ്. അള്ളാഹുവിനെ പറ്റിയുള്ള ഭയം എല്ലാവർക്കും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അധിക സമയങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതോ വലിയ ഒരു ചിന്തയിൽ മുഴുകിയിരിക്കുന്നതായി കാണാമായിരുന്നു.
അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടാകുന്നതിന് മരണത്തെക്കുറിച്ചുള്ള ചിന്ത വളരെയേറെ പ്രയോജനകരമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിക്കടി മരണത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യവും പ്രയോജനകരവുമായ കാര്യമാണെന്ന് എടുത്തു പറഞ്ഞത്. നമ്മൾ പലർക്കും അറിയില്ല ഖബറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. മുമ്പ് ഇത്തരത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ വന്നുകൊണ്ട് ചിലർ കമൻ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഖബറിൽ ശിക്ഷയൊന്നുമില്ല, ഉറക്കാണ്, അങ്ങനെ തെളിവെന്തെങ്കിലുമുള്ള കിതാബുണ്ടോ എന്ന് ചോദിച്ചിട്ട്. മക്കളെ, മിഷ്കാത്തുൽ മസാബീഹ് നോക്കണേ. അതിൻ്റെ 5352 മുതൽ വരുന്ന ഹദീസുകൾ നോക്കണേ. ഖബറിലെ ശിക്ഷയെക്കുറിച്ചാണ്, ഖബറിൻ്റെ അദാബുകളെ കുറിച്ചാണ് വ്യക്തമായി പറയുന്നത്. നമുക്ക് വരാൻ പോകുന്നത് വലിയ മുസീബത്താണ്, വലിയ അപകടമാണ്. ഖബറിലൊന്നും ഉണ്ടാകില്ല, മൈശറയിലൊന്നും പ്രയാസമുണ്ടാകില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കഴിയാൻ നമുക്ക് എന്താണ് മക്കളെ അവകാശം? നമ്മുടെ മുന്നിൽ ജീവിച്ചുപോയി മരിച്ചുപോയ ആളുകളെക്കുറിച്ച് അവരാരെങ്കിലും വന്നുകൊണ്ട് അങ്ങനെ ഒന്നില്ല എന്നോ അവർക്ക് പ്രയാസമുണ്ടായില്ല എന്നോ പറയാനുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഓരോരുത്തരും ചിന്തിക്കണം. ഇപ്പം നമ്മളെ പറയാനും തടയാനും പലരും ഉണ്ടാകും. പക്ഷെ ആ കുഴിയുണ്ടല്ലോ, അവിടെ എത്തുമ്പോൾ നാം ഓരോരുത്തർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ തിരിച്ചറിവാണ് പ്രധാനം. ഹസ്രത്ത് ഹൻദല റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ജ്ഞാനോപദേശം നൽകിക്കൊണ്ടിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അത് കേട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെല്ലാം അലിഞ്ഞു പോവുകയും ചെയ്തു. തങ്ങളുടെ സന്നിധിയിൽ നിന്നും എഴുന്നേറ്റ് വീട്ടിൽ ചെന്ന് ഭാര്യ മക്കളുമായി കലരുകയും ദുനിയാവിൻ്റെ ചർച്ചകൾ ആരംഭിക്കുകയും ഭാര്യാമക്കളുമായി ഓരോന്ന് തമാശകൾ പറഞ്ഞ് ആനന്ദിക്കാനും തുടങ്ങിയപ്പോൾ തങ്ങളുടെ സന്നിധിയിൽ വെച്ചുണ്ടായിരുന്ന ആ അവസ്ഥ മാറിപ്പോയി. പെട്ടെന്ന് ഞാൻ മുമ്പ് ഏതവസ്ഥയിലായിരുന്നു, ഇപ്പോൾ ഏതവസ്ഥയിലായി പോയി എന്ന ചിന്ത എന്നിലുണ്ടായി. എൻ്റെ ഹൃദയത്തോടായി, നീ മുനാഫിക്കായി പോയിരിക്കുന്നോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വെച്ച് നിനക്ക് ഈ അവസ്ഥ ആയിരുന്നില്ലല്ലോ, ഇപ്പോൾ വീട്ടിൽ വന്ന് ഈ അവസ്ഥയിലായി പോയല്ലോ എന്ന് പറയുകയും ചെയ്തു. ഈ കാര്യത്തിൽ എനിക്ക് വലിയ സങ്കടവും മനോദുഃഖവും ഉണ്ടായി. ഹൻദല മുനാഫിക്കായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഈ സമയത്ത് എതിരെ വരുന്നു ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവറുകളോടായി, ഹൻദല മുനാഫിക്കായി പോയി എന്ന് ഞാൻ പറഞ്ഞു. ഇത് കേട്ടിട്ട് അദ്ദേഹം സുബ്ഹാനല്ലാഹ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് മറുപടി പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ വിവരിച്ച് കേൾപ്പിച്ചപ്പോൾ, അതായത് നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലായിരിക്കുകയും തങ്ങൾ സ്വർഗത്തെപ്പറ്റിയും നരകത്തെപ്പറ്റിയും നമുക്ക് വിവരിച്ച് കേൾപ്പിക്കുകയും ചെയ്യുമ്പോൾ അവ രണ്ടും നമ്മുടെ മുൻപിലുള്ളതുപോലെ നമ്മുടെ മനസ്സുകൾക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നു. എന്നാൽ തങ്ങളുടെ സന്നിധിയിൽ നിന്നും മാറി ഭാര്യ, മക്കൾ, മറ്റ് സമ്പത്തുകൾ എന്നിവയിൽ ഏർപ്പെടുമ്പോൾ അതെല്ലാം മറന്നു പോവുകയും ചെയ്യുന്നു. ഇത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഈ അവസ്ഥ നമുക്കും സംഭവിക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ചെന്ന്, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ മുനാഫിക്കായി പോയിരിക്കുന്നു എന്ന് ഹൻദല റളിയല്ലാഹു അൻഹു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു സംഭവിച്ചു പോയി എന്ന് ചോദിച്ചപ്പോൾ ഹൻദല റളിയല്ലാഹു അൻഹു ഇപ്രകാരം മറുപടി പറഞ്ഞു,
ഞങ്ങൾ തങ്ങളുടെ സന്നിധിയിലായിരിക്കുകയും ഞങ്ങൾക്ക് സ്വർഗത്തെ പറ്റിയും നരകത്തെ പറ്റിയും പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്യുമ്പോൾ അവ രണ്ടും ഞങ്ങളുടെ കൺമുന്നിലുള്ളതുപോലെ തോന്നുന്നു. എന്നാൽ തങ്ങളുടെ സന്നിധിയിൽ നിന്നും എഴുന്നേറ്റ് പോയി ഭാര്യ, മക്കള്, ബന്ധുക്കള്, വീട്ടുജോലികള് എന്നിവയുമായി ബന്ധപ്പെടുമ്പോൾ അതെല്ലാം മറന്നു പോവുകയും ചെയ്യുന്നു. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ ജീവൻ ഏതൊരു അള്ളാഹുവിൽ തന്നെയാണോ, ആ അള്ളാഹുവിൽ സത്യമായി നിങ്ങൾ എല്ലാ സമയത്തും എൻ്റെ മുന്നിലിരിക്കുമ്പോഴുള്ള അതേ അവസ്ഥയിൽ തന്നെ കഴിയുകയാണെങ്കിൽ നിങ്ങൾ ഉറങ്ങുമ്പോഴും വഴിയിൽ യാത്ര ചെയ്യുമ്പോഴുമെല്ലാം മലക്കുകൾ നിങ്ങളെ മുസാഫാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഹൻദല, മനുഷ്യനിൽ ഈ വിചാരം ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതും മറ്റ് ചില സമയങ്ങളിൽ വേറെ വിചാരമുണ്ടാകുന്നതുമാണ്. മനുഷ്യരിൽ മനുഷ്യ സഹജമായ ആവശ്യങ്ങളെല്ലാം ഉണ്ടാകുന്നു. അത്തരം കാര്യങ്ങളെ പൂർത്തീകരിക്കുക എന്നതും അവൻ്റെ കടമയാണ്. ഭക്ഷണപാനീയങ്ങൾ, ഭാര്യാസന്താനങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുക എന്നിവകളും അവന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് പരലോകത്തെ പറ്റിയുള്ള ചിന്ത ചില സമയങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം. എല്ലാ സമയത്തും അതേ വിചാരത്തിൽ തന്നെ കഴിയുക എന്നത് മലക്കുകളുടെ സ്വഭാവമാണ്. അവർക്ക് ഭാര്യയോ മക്കളോ ജീവിതാവശ്യങ്ങളെ കുറിച്ചുള്ള വിചാരങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് മറ്റൊരു ചിന്തയും ഉണ്ടാകുന്നതുമല്ല. മനുഷ്യൻ അപ്രകാരം ആശിക്കാൻ പാടില്ല. മനുഷ്യ സഹജമായ ആവശ്യങ്ങൾ അവനിൽ നിന്നും ഒഴിച്ചു നിർത്താൻ കഴിയാത്തതാണെന്ന കാരണത്താൽ മനുഷ്യൻ എല്ലാ സമയവും പരലോക ചിന്തയിൽ തന്നെ കഴിയുക എന്നത് സാധ്യമല്ല. എന്നാൽ സ്വഹാബാക്കൾക്ക് തങ്ങളുടെ ദീനിനെ പറ്റി വലിയ ശ്രദ്ധയായിരുന്നുവെന്നത് നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വെച്ചുണ്ടായിരുന്ന അവസ്ഥയ്ക്ക് അവിടെ നിന്നും മാറിയപ്പോൾ അല്പം മാറ്റം സംഭവിച്ചത് കൊണ്ട് തങ്ങൾ മുനാഫിക്കുകളുടെ കൂട്ടത്തിലായിപ്പോയോ എന്ന ചിന്തയിൽ അവർ ആശങ്കപ്പെട്ടു, വ്യാകുലപ്പെട്ടു. പ്രേമം ആയിരമായിരം തെറ്റിദ്ധാരണകൾക്ക് കാരണമാകുന്നു. അതായത് അതിരുകവിഞ്ഞ സ്നേഹമുണ്ടായാൽ അയാളെപ്പറ്റി പലവിധ തെറ്റിദ്ധാരണകളും ചിന്തകളും ഉണ്ടാകുന്നത് സഹജമാണ്. തങ്ങളുടെ ഓമന പുത്രൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മാതാപിതാക്കൾ എല്ലാ സമയത്തും അവൻ്റെ സുഖാന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി അവൻ പോയിരിക്കുന്ന സ്ഥലത്ത് വല്ല സാംക്രമിക രോഗങ്ങളോ വിപ്ലവമോ ഉണ്ടായതായി അറിഞ്ഞാൽ എന്തെല്ലാം മനപ്രയാസങ്ങളും ചിന്തകളും ഉണ്ടാകുന്നു. എത്ര എഴുത്തുകളും ഫോണുകളും കമ്പികളും അയച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആരെയെല്ലാം വിളിക്കുന്നു. നമ്മുടെ ദീനിനെ പറ്റി ഇത്തരം വല്ല ചിന്തയും നമുക്കുണ്ടാകാറുണ്ടോ? ചിന്തിച്ചു നോക്കണേ. അള്ളാഹു അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. നമ്മുടെ ഖബർ ജീവിതം വിശാലമാക്കി തെരുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.